കണ്ണൂർ കൂട്ടുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ പുഴയിലേക്ക് ചാടിയ കാപ്പ കേസ് പ്രതിയുടെ മൃതദേഹം കണ്ടെത്തി. തലശ്ശേരി സ്വദേശി റഹീമിന്റെ മൃതദേഹമാണ് കിളിയന്തറ പുഴയിൽ നിന്നും കണ്ടെത്തിയത്. റഹീമിനൊപ്പം ഉണ്ടായിരുന്ന നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ 2 പേർ കസ്റ്റഡിയിലാണ്. കാപ്പ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് കണ്ണൂർ പുതുവാച്ചേരി സ്വദേശി റഹീം. വെള്ളിയാഴ്ച വൈകുന്നേരം കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലെ പോലീസ് വാഹന പരിശോധനയ്ക്കിടെ റഹീം പുഴയിൽ ചാടി. പോലീസിന് മുന്നിൽപ്പെട്ട റഹീം പിടിക്കപ്പെടും എന്നുറപ്പായതോടെ പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ബാരാപ്പോൾ പേരട്ട പുഴകൾ സംഗമിക്കുന്ന കൂട്ടുപുഴയിൽ നിരവധി കയങ്ങളും ശക്തമായ അടിയൊഴുക്കുമുണ്ട്. പോലീസും ഫയർഫോഴ്സും പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് റഹീമിന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി 11 കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. കാപ്പ ചുമത്തിയ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ജില്ലാ കലക്ടർ ഉത്തരവുമിട്ടിരുന്നു. കണ്ണൂരിൽ പോലീസിനെ ആക്രമിച്ച കേസിലും NDPS കേസിലും റഹീം പ്രതിയാണ്. റഹീമിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ചെറുവാഞ്ചേരി സ്വദേശി ഹാരിസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്വദേശി നിതിൻ എന്നീ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് മലയാളം, കണ്ണൂർ.